വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തിയിട്ട് സത്യത്തിൽ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ബജറ്റ് കണ്ടപ്പോൾ. ദേശീയ തലത്തിൽ ഏറ്റവും നിരാശാജനകമായ ബജറ്റാണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു മേഖലയെയും കാര്യമായി പരാമർശിച്ചിട്ടില്ല. പരാമർശനമുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയൊക്കെ വാക്കുകളിലൂടെ പരാമർശമുണ്ട്. പക്ഷേ ആ വാക്കുകളിലൂടെ അല്ല പരാമർശം വേണ്ടത്. അതിനകത്ത് പദ്ധതികൾ വേണം, ബജറ്റ് അലോക്കേഷൻ വേണം. ഇതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ ബഡ്ജറ്റാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുന്നുള്ള എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. അക്കാര്യത്തിൽ നിയമപരിരക്ഷ നൽകിക്കൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയുമില്ല. കൃഷിക്കാരന്റെ ഡിസ്ട്രസ് അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു പദ്ധതിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പറഞ്ഞ കുറേ വാചകങ്ങൾ കുറച്ച് പുതിയ ഡിസൈനിൽ അവതരിപ്പിച്ചു. കർത്തവ്യപഥത്തിൽ നിന്നും ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ കാതലായ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കേരളത്തെ ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഞങ്ങൾ 2013-14 കാലഘട്ടത്തിൽ ഓഫർ ചെയ്താണ് എയിംസ് കേരളത്തിന്. ഇന്നത്തെ ആരോഗ്യമന്ത്രി നഡ്ഡ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെന്റിലെ എൻ്റെ ചോദ്യത്തിന് പാർലമെന്റിൽ അഷൂറൻസ് ആയിരുന്നു അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കും. ഇപ്പോൾ 13 കൊല്ലം കഴിഞ്ഞു. ആ പ്രോമിസ് കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞു. നിരവധി എയിംസ് രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിൽ പോലും എയിംസ് എന്ന് പറയുന്നത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കേരളം അർഹതപ്പെട്ട സംസ്ഥാനമല്ലേ?